ഹലോ ഹലോ. നമസ്കാരം. എല്ലാ നല്ലവരായ തലനാട് നിവാസികൾക്കും എൻ്റെ നമസ്കാരം. ശ്രീ ജസ്റ്റിൻ ജെ വട്ടക്കാലാൽ USA സ്പോൺസർ ചെയ്യുന്ന നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ശ്രീ ജസ്റ്റിൻ ജെ വട്ടക്കാലാൽ USA സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസ് ആണ് ഇന്നത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് എല്ലാ നല്ലവരായ തലനാട് നിവാസികൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന്. സ്ലോ റേസ് ഉടൻ തന്നെ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിച്ചോളും. ജസ്റ്റിൻ ചേട്ടാ, അതന്നെ ജസ്റ്റിൻ ജെ വട്ടക്കാലയിൽ USA എന്ന് എഴുതാഞ്ഞേ. എന്റെ ജസ്റ്റിൻ ചേട്ടാ, USA എന്നൊക്കെ പറഞ്ഞത് വെറും ചീപ്പാണ്. ആണോ? ജസ്റ്റിൻ ജെ വട്ടക്കാലായി അതാ ഒരു ക്ലാസ്, അതിനൊരു പഞ്ച് മതിയോ? പിന്നെ സത്യം അത് പറഞ്ഞപ്പോഴാ കുപ്പി എവിടെ? അരയിലുണ്ട്. അത് കൊച്ചല്ലേ? അല്ലെന്ന്. ചേട്ടൻ വന്നേ, 1-2 അടിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി. പിന്നെ ആ മ്യൂസിക് കിട്ടേ. ശരി, വാ. ഒരു ഗ്ലാസ് വെച്ചാ കാണത്തില്ലല്ലോ. ചേട്ടൻ ഏതായാലും സാധനം എടുക്കും. ഗ്ലാസ് ഇല്ലാതെ എങ്ങനെയാടാ? ഗ്ലാസ് അതിനല്ലേ ട്രോഫി. ട്രോഫിയോ? ഇട്. ബ്രാൻഡി എന്ന് പറഞ്ഞ ഫോറിൻ ബ്രാൻഡി, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയല്ല. അതിന് വിസ്കിയുടെ ഔട്ടാ. വിസ്കി എന്ന് പറഞ്ഞ ഫോറിൻ വിസ്കി, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയല്ല. ഓ, ഹലോ ഹലോ ഹലോ, ഒരെണ്ണോട് ചോദിക്കട്ടെ. ജസ്റ്റിൻ ജെ വട്ടക്കാലായിൽ USA സ്പോൺസർ ചെയ്യുന്ന നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. What is this? This is banana tree competition. Full of oil. Man climb. ഊർന്നു പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നവൻ വിന്നർ. അണ്ടർസ്റ്റാൻഡ്? ഈ ഊർന്നു പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നവൻ പക്ഷെ നീ എന്താ ഇംഗ്ലീഷ് പറഞ്ഞ കഷ്ടപ്പെടുന്നേ? സാഹിബിന് കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. സാഹിബേ, വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ആൻഡ് സീ. ഞാൻ പോരാ. ട്രോഫി ഒരുപാടായി. ഇത് എന്നാ ഒരു മണമെടുത്തുവാ. വാ കീറ്. ട്രോഫിയിലാണ് കളർ കുടിക്കണേ. ഇതോടെ പ്രൈസ് കൊടുക്കണ്ടല്ലേ? അല്ല, ഗ്ലാസ് വേറെ ഇല്ല. ഗ്ലാസ് ഇവിടെ വെച്ചാന്ന് കാണാനില്ലെന്ന്. ശരി. 2-3 സാഹിബ്മാർ വന്നിട്ടുണ്ട്. അറിയാത്ത ഭാഷ ഇംഗ്ലീഷും പറഞ്ഞ് നാക്കുളിക്ക്. നീ ഉണ്ടായിരുന്നു, എനിക്ക് പോരായിരുന്നു. ഒരൊഴുക്കി. അല്ല, ട്രോഫി കോപ്പ് ഒരൊഴുക്കി. നിങ്ങൾ ഇനി ആ ഓണക്ക് റിസോർട്ടിലേക്ക് ഞാൻ ഇല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഓണാഘോഷ പരിപാടികൾ ഞാൻ വരത്തില്ല. എന്ത് തോന്നുന്നു? അവിടെ വന്നു കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റ് കം, ഷെഫ് കം, ക്ലീനിങ് ബോയ് കം, റൂം ബോയ് കം, മറ്റേ ഗൈഡ് കം, എല്ലാം കൂടെ എന്നെ ഉണ്ടാക്കലല്ല കളി. ആ കളിക്ക് ഞാൻ ഇല്ല. കുട്ട, നിനക്ക് ഞാൻ കാശില്ലടാ. കാശ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുക. ഒറ്റെണ്ണം വെച്ചോന്നുണ്ടല്ലോ കാശ്. ബൈക്ക് സ്ലോ റേസിന് പേര് കൊടുത്തിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. മത്സരാർത്ഥികളെ ശ്രദ്ധയ്ക്ക്, ഇത് ബൈക്ക് സ്ലോ റേസ് ആണ്, സ്പീഡ് റേസ് അല്ല. അല്പം മുമ്പ് നടന്ന ചാക്കിൽ ചാട്ട മത്സരത്തിന്റെ ഫലം. ഒന്നാം സമ്മാനമായ 3001 രൂപ ക്യാഷ് പ്രൈസ് സമ്മാനമായി നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, തലനാടിന്റെ പ്രിയങ്കരനായ ജോസ്മോനാണ്. ഈ വിജയത്തോടെ ഈ ഇനത്തിൽ തുടർച്ചയായ 11ാം തവണയാണ് അദ്ദേഹം ചാമ്പ്യൻ ആവുന്നത്. സ്ലോ റേസ് മത്സരം ഇതാ തുടരുകയാണ്. അടുത്തതായി ജോസ്മോൻ, തലനാടിന്റെ പൊന്നോമന പുത്രൻ, വേഗതയില്ലായ്മയുടെ രാജാവ്. കഴിഞ്ഞ 8 വർഷമായി സ്ലോ റേസ് മത്സരത്തിന്റെ ചാമ്പ്യൻ. മത്സരത്തിന് ശേഷം ഉടൻ തന്നെ കലാമത്സരങ്ങൾ സ്റ്റേജിൽ ആരംഭിക്കുന്നതായിരിക്കും. ഇതാ വാഴയിൽ കയറ്റ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ആദ്യമായി കയറുന്നത് തലനാടിന്റെ പ്രിയങ്കരനായ ഹരി. അദ്ദേഹം വാഴയിൽ കയറുകയാണോ കടിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അടുത്തതായി സാബു ഇതാ സൂ എന്ന് താഴോട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ അടുത്തതായി വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു ജോസ്മോൻ. കഴിഞ്ഞ 8 വർഷമായി വാഴയിൽ കയറ്റ മത്സരത്തിലെ ചാമ്പ്യൻ. കൂടാതെ ഞണ്ടുകല്ല്, ഓന്തുപാറ, എരുമാപ്ര, ഉപ്പിടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ലബ്ബുകളിൽ
വാഴയിൽ കയറ്റ മത്സരത്തിലെ സ്ഥിരം ചാമ്പ്യനാണ് അദ്ദേഹം. ജോസ്മോൻ വാഴയിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ട്രിപ്പിൾ ഹാട്രിക് കൊണ്ടേ പോകുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇതാ ജോസ്മോൻ പിടിമുറുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജോസ്മോൻ ഇതാ വാഴയെ വാരിപ്പുണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ അളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അമ്മർക്ക് ക്ലബിൽ ചാക്കിച്ചാട്ടം ഉണ്ടാക്കാം, മറ്റേ റൊട്ടിയുടെ ഉണ്ടാക്കാം, വാഴയിൽ ആളി പിടിച്ച് കയറുന്ന മത്സരമുണ്ട്, സകല മത്സരമുണ്ട്. വെള്ളമൊഴിക്കാർക്കൊരു മത്സരം നടത്താതെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന്മാർക്ക് വലിയ സദാചാരമാണ്. ഈ ജസ്റ്റിൻ വട്ടക്കാല എന്ന് പറയുന്ന മറ്റേ എടാ ജസ്റ്റിൻ വട്ടക്കാലാണ് അപ്പൂപ്പൻ്റെ ഉണ്ട. കണ്ണാണോ കറണ്ടാണോ പോയെ? എടാ നിനക്ക് ഈ മത്സര പരിപാടിയൊക്കെ നിർത്തിയിട്ട് പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കണവർക്കാ. എന്റെ അപ്പൻ ചേട്ടൻ ഞാൻ ഈ വർഷം വിരമിക്കായിരുന്നേ. അപ്പോഴായിരുന്നത് ക്യാഷ് അവാർഡ് ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ മത്സരിച്ചേ. ആരായി ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ആരാ? ഒന്ന് പറയൂട്ടെ, എത്ര വശം പറയണം? ജസ്റ്റിൻ ജെ വട്ടക്കാലായി. ജസ്റ്റിൻ ജെ വട്ടക്കാലയിൽ USA അതുകൂടെ വേണം. USA എന്ന് പറഞ്ഞ ന്യായം കേസാ. ഈ കാശൊക്കെ കിട്ടുമ്പോ എന്റെ കാശ് കുറച്ചും കൂടെ തരണം. നല്ല ടൈറ്റാ. അപ്പൻ ചേട്ടന്റെ കാശ് ഞാൻ എന്നായാലും തരും. പക്ഷെ ഈ കാശ് അതെനിക്ക് വേണം. എനിക്ക് അതിനോട് എന്തോ ഒരു ഇതുണ്ട്. ഞാൻ വിരമിക്കുമല്ലേ, ഇതിന്റെ ലാസ്റ്റ് മത്സരമായിരിക്കും. ആയിരിക്കണം, പറ്റിക്കരുത്. ജോസ്മോനെ, നീ ആരാണ് നിനക്കറിയോ? നീയാണ് പൂവള്ളി ഇന്ദുചൂടൻ. പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും നിനക്കല്ലേ ഒന്നാം സമ്മാനം. യു ആർ പൂവള്ളി ഇന്ദുചൂടൻ ആൻഡ് ഐ ആം ജസ്റ്റിൻ ജെ വട്ടക്കാല, USA. നീ അടിക്കുന്നുണ്ടോ? ബിയർ ഉണ്ടോ? ബിയറും കയറൊന്നുമില്ല. പിന്നെ ഒരു കുപ്പിക്ക് കിട്ടിയാവുന്നതിന് ഇനിയിപ്പോ ബിയർ അല്ലെങ്കിൽ ഞാൻ അടിച്ച ശരിയാവത്തില്ല. എനിക്ക് ലളിതഗാനം മിമിക്രി ഒക്കെ ഉള്ളതാ. അടിച്ച ചെയ്ത് ജോസ് പ്രകാശ് ശരിക്കും വരത്തില്ല. അവിടെ അത് ഞങ്ങൾ കാണണോടാ. അവൻ കലാകാരനാ കേട്ടോ. അതെ, ആ ലളിതഗാനത്തിന്റെ റെഫറി വന്നിട്ടില്ല. റെഫറിയാ? ആ അല്ല, ജഡ്ജേ. അതാ ബാങ്ക് പ്രസിഡന്റ് പിടിച്ചാക്ക്. ആ വർക്കിച്ചേട്ടനില്ലേ, അതിനെ പിടിച്ചാക്ക്. അപ്പം ഞാൻ പൊക്കോട്ടെ. നീ പോണം. ഇവിടെ ആ ഒരു പൈൻ്റ് ഉള്ളൂ. നീ പോയേ. ടച്ചിങ് സാധനങ്ങളൊന്നും ഇല്ലാണ്ട് അടിക്കണത്. എടാ കുട്ടൻ നിനക്ക് എന്തെങ്കിലും ഒപ്പിക്കായിരുന്നില്ലേ? ഉണ്ടല്ലോ, ടച്ചിങ് ഉണ്ടല്ലോ. എന്നാ ഇതിനകത്ത് കൊച്ചിന്റെ കുറുക്കുണ്ടല്ലോ. ആ കുറുക്ക് എടുത്ത് നമ്മൾ അടിച്ചു തീർത്താ. കുപ്പിയായിട്ട് ഇറങ്ങിയിരിക്കുക. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയോരോർമ്മയാൽ മിഴിനീരു ആർക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് തന്നെയാണ് വെള്ളി വീണ്. മിഴിനീരുവാർക്കും പാഴിരുൾ തറവാടെന്നുള്ളം ആരോ കമിഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ. അതേടി, ഇത്തവണ ലളിതഗാനത്തിന് ഒന്നും കിട്ടിയില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സോപ്പ് പെട്ടിയും പ്ലേറ്റും ഒന്നും അല്ലായിരുന്നു, ക്യാഷ് പ്രൈസ് ആയിരുന്നു. അത് നന്നായി. നീ 18 വരികയല്ലേ? കൊച്ചേ, പിന്നെ ട്രെയിനിൽ അപ്പടി കള്ളന്മാരാ, സൂക്ഷിച്ചോണം. അതേത് ട്രെയിൻ? പടാ എടാ, അവള് 18 വരും. സെമിസ്റ്റർ ഫീസ് കൊടുക്കണം. എങ്ങനെ? ആകെയുള്ള സ്വർണം എന്ന് പറയുന്നതേ അവളുടെ കയ്യിൽ കിടക്കുന്ന ഒരു വളയാ. അത് എങ്ങനാടാ? അതൊന്നും വേണ്ട, നമുക്ക് അടയ്ക്കാന്നേ. നീ ഒന്ന് പിടിച്ചേ. ഇങ്ങനെ അടയ്ക്കാന്നാ? നമുക്ക് അടയ്ക്കാമേ. ഒരു കണക്കിന് ലോൺ എടുത്ത് പെര കൂട്ടി പിടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ച് എത്ര കാലം? നമുക്കുള്ള എന്നാന്ന് വെച്ചാൽ അങ്ങ് വിറ്റേച്ച് ഭയങ്കര കടം അങ്ങ് തീർക്കാം. പിന്നെ വാടക വീടെങ്കിൽ വാടക വീട്, അത് മതിയെന്നേ. ഇതൊക്കെ നമുക്ക് അങ്ങനെ വിറ്റ് കളയാൻ പറ്റുമോ അമ്മേ? അപ്പ ഉണ്ടാക്കിയതല്ലേ. ഈ സെമസ്റ്റർ പരിപാടി ഇല്ലായിരുന്ന വർഷത്തിൽ ഒന്നടച്ചാൽ മതിയായിരുന്നു ഫീസ്. ഇപ്പോ കൊറേ നാളായിട്ട് നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. കേറി വാ. നിനക്കെന്നെ ഇത്ര ചമ്മലി? നിനക്കിതൊക്കെ ശീലമുള്ളല്ലേ? കിളിക്കണ്ട. ഇപ്പൊ നീ ആലോചിക്കുന്നുണ്ടാവും എനിക്കെന്നാ ഇത്ര സന്തോഷമൊന്നും. അതെ, ഇനി ഇങ്ങനൊന്നും വേണ്ടല്ലോ എന്ന് ഓർത്തുള്ള സന്തോഷവും. ലാസ്റ്റ് ആൻഡ് ഫൈനലാ. ഇനിയുള്ളതേ ഈ താലിമാലയാണ്.
ഇത് ഞാൻ എൻ്റെ കെട്ടിയോൻ ചോദിച്ചാൽ പോലും കൊടുക്കില്ല. കൊണ്ടുപോയിക്കോ, പോയി വിറ്റോ, അതാ നല്ലത്. പണയം വെക്കണ്ട, വെച്ചാൽ ടെൻഷനാവും. ഇനി എന്നാണ് തിരിച്ചെടുക്കുന്നതെന്ന് ഓർത്തിട്ട്. എല്ലാം കൂടെ ഞാൻ ഒരു സൈഡ് എടുത്ത് തരുമെന്നേ. ഓ തമാശ പറയാതെ വേഗം കാര്യങ്ങളെടുത്ത്. എല്ലാം കുടിക്കാനോ കഴിക്കാനോ വേണോ? ഓ അതൊന്നും വേണ്ട, അതിനൊന്നും വേറെ സമയമില്ലമ്മേ. എന്നാ ഞങ്ങൾ എന്നാ മക്കള് ചെല്ലി. ശരി. നീയും ചെല്ലി. ഒത്ത കൂട്ടുകാരി. നീ ഒറ്റൊരുത്തും കാരണം സ്വന്തം അമ്മയുടെ ഒരു തരി സ്വർണം പോലും പണയം വെക്കാൻ പറ്റുന്നൊരു ഹതഭാഗ്യനാണ് ഞാൻ. എടാ ഞാൻ പോയിട്ടൊരു സോറി പറഞ്ഞിട്ട് വരാടാ. പിന്നെ സോറി, അമ്മ ഇപ്പോൾ ബാത്റൂമിൽ പോയി ഒന്ന് കരയാൻ പോവായിരിക്കും. നീ വാ. ഇനിയിപ്പോൾ വല്ലതും തിരിച്ചെടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പണയം വെക്കാൻ വേറെ സാധനമില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ എടുത്ത് തരൂടാ എല്ലാം. തരും. വായനശാലയിൽ നിന്ന് ബുക്ക് എടുത്താൽ തിരിച്ചു തരാത്താണ് ഇനിയിപ്പോൾ സ്വർണം തിരിച്ചു തരാൻ പോകുന്നു. പോണേ.